സമയം കിട്ടിയപ്പോൾ അവർ തലപൊക്കി. ഇപ്പോൾ എന്തായാലും ഈ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന് വിദേശ സംഘടനകളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം TRF എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഉള്ള സംഘടനയാണ്. TRF ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും TRF എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ലഷ്കർ ഇ തൈബയുടെ ഒരു ഇന്ത്യൻ മുഖമാണ്. അതുകൊണ്ട് ലഷ്കർ ഇ തൈബ തന്നെയാണ് ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടുന്ന വിവരം. 4 ഭീകരർ ഇതിലുണ്ടായിരുന്നു. ഈ 4 ഭീകരരിൽ 2 പേർ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തവരാണ്. പക്ഷേ അവരും അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തി ലഷ്കർ ഇ തൈബയുടെ പരിശീലനം കിട്ടിയവരാണ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. കുറെ നാളുകളായിട്ട് ഈ പാകിസ്ഥാന്റെ ശല്യം നമുക്കില്ലായിരുന്നു. ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് അടങ്ങിയ പോലെയായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ സമയം കിട്ടിയപ്പോൾ അവർ തലപൊക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാള് മുതൽ ഇന്ത്യക്ക് കിട്ടിയ ഒരു സംഭാവനയാണ് ടെററിസ്റ്റ് അറ്റാക്കുകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാളുമ്പോൾ നമ്മൾ പാകിസ്ഥാനുമായിട്ട് പിരിഞ്ഞല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാളെന്ന് പറയുമ്പം നമ്മൾ ഇന്ത്യ വിഘടിച്ചു, പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ മാറിയില്ല. അന്ന് മുതൽ പാകിസ്ഥാൻ ടെററിസ്റ്റുകളെ ഉണ്ടാക്കി നമ്മളിലോട്ട് വിടുകയാണ്. നമ്മുടെ ബാല്യകാലത്തൊക്കെ മിക്ക ദിവസം പത്രങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് സൈഡിലൊക്കെ എപ്പോഴും ബ്ലാസ്റ്റാണ്. ബാംഗ്ലൂർ മുതൽ അങ്ങോട്ട് എപ്പം വേണം ബ്ലാസ്റ്റ്. ഭയങ്കര ഭയമായിരുന്നു ജനത്തിന്. അതിനൊക്കെ മാറി ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് കിട്ടിയെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വീണ്ടും ഇത് തന്നെ വാർത്തകൾ കേട്ട് നോക്കാം. വളരെ വിഷമമുള്ള കാര്യങ്ങളായിരുന്നു. എത്ര പേര് മരിച്ചു. ഭീകരാക്രമണങ്ങളും കൂട്ടക്കൊലകളും പുതിയതല്ല. നമ്മുടെ രാജ്യത്ത് ഓരോ തവണയും നമ്മൾ ഞെട്ടൽ രേഖപ്പെടുത്തും. പക്ഷേ നാട് കാലം മാറുന്നതിനനുസരിച്ച് തീവ്രവാദി ആക്രമണങ്ങളുടെ ഭീകരാക്രമണങ്ങളുടെ തോത് ആഘാതമൊക്കെ കുറഞ്ഞു വരുന്നുവെന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴാണ് പലപ്പോഴും വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. കശ്മീരിൽ ശാന്തതയിലേക്ക് കശ്മീർ താഴ്വര നീങ്ങുന്നു. വെടിവെച്ചകൾക്ക് ശേഷം സമാധാനത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു എന്നൊക്കെ എല്ലാവരും കരുതുകയും രാജ്യത്ത് എങ്ങു നിന്നുള്ള ആളുകൾ, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കശ്മീരിന്റെ മനോഹാരിത ആസ്വദിക്കാൻ അങ്ങോട്ടേക്ക് പോകാനും അവധിക്കാലം അവിടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ വലിയൊരു ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങി നിൽക്കേണ്ടി വരുന്നത്. ഉചിതമായ മറുപടി, ഒട്ടും തീവ്രത കുറയാത്ത മറുപടിക്കാണ് രാജ്യം ആലോചിക്കുന്നത്. അതുപോലെ പഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും NIA തുടരുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന് വിദേശ സംഘടനകളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം TRF എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഉള്ള സംഘടനയാണ്. TRF ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും TRF എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ലഷ്കർ ഇ തൈബയുടെ ഒരു ഇന്ത്യൻ മുഖമാണ്. അതുകൊണ്ട് ലഷ്കർ ഇ തൈബ തന്നെയാണ് ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടുന്ന വിവരം. 4 ഭീകരർ ഇതിലുണ്ടായിരുന്നു. ഈ 4 ഭീകരരിൽ 2 പേർ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തവരാണ്. പക്ഷേ അവരും അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തി ലഷ്കർ ഇ തൈബയുടെ പരിശീലനം കിട്ടിയവരാണ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. 4 പേരുടെ ഒരു ചിത്രം പ്രാദേശിക മാധ്യമങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 പേരാണ് ഈ ആക്രമണം നടത്തിയത്. പക്ഷേ 2 പേർ കൂടി സംഘത്തിലുണ്ടായിരുന്നു എന്ന് അന്വേഷണ ഏജൻസി ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഈ 2 പേർ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ 1 മണിക്കൂറെങ്കിലും ഭീകരർ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ഇവർ വന്നത് ജമ്മുവിലെ കിഷ്ത്വാർ മേഖലയിൽ നിന്നാണ്. അവിടെ നിന്ന് നേരെ ഈ പഹൽഗാം മേഖലയിലേക്ക് ഇവർ എത്തുകയായിരുന്നു. ഏതായാലും ഈ ഭീകരർ നേരത്തെയും ഒരു ആക്രമണം പദ്ധതി ഇട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആക്രമണം പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ സന്ദർശിക്കുന്ന വേളയിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആ സമയത്ത് ആക്രമണം നടത്താനായിരുന്നു ആദ്യ പദ്ധതി. പക്ഷേ അത് വിജയിച്ചില്ല. അതിനുശേഷമാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കുകയും പഹൽഗാമിലെത്തി ഈ ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ലഷ്കർ ഇ തൈബ പിന്തുണ നൽകി എന്ന് മാത്രമല്ല അവർക്ക് ആയുധങ്ങളും ഒക്കെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള സംഘടനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്റ്റീൽ ബുള്ളറ്റുകളും മറ്റും ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ NIA കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 പാകിസ്ഥാനി ഭീകരർ അവർ പഷ്തൂൺ വംശജരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാനി പഷ്തൂൺ വംശജരാണ് ഇവർ. മറ്റ് 2 പേർ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ആൾക്കാരുമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെതിരെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടോ, അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും എന്തൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണം, ഇതൊക്കെ തന്നെ വൈകിട്ടത്തെ യോഗം ആലോചിക്കാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ തിരിച്ചടി നൽകണം എന്നതാണ് രാജ്യത്തുടനീളം ഉയരുന്ന ഒരു വികാരം. മാത്രമല്ല അതിൽ സർക്കാരിന്റെ കൂടെ നിൽക്കും എന്ന പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ആ തിരിച്ചടി ഉണ്ടാകും എന്ന് അമിത്ഷായും ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ സംയുക്ത സേനകൾ നടത്തുകയാണ്. സേനയും CRPF ഒക്കെ ചേർന്നുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നു. കയറാൻ ശ്രമിച്ച 4 ഭീകരരെ ഇന്ന് സൈന്യം 2 സ്ഥലങ്ങളിലായി വധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏത് തരത്തിൽ ഇതിന് മറുപടി നൽകണം എന്ന തീരുമാനത്തിലാണ് രാജ്യം കാത്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു നടപടിക്ക് ശേഷമായിരിക്കും നമ്മൾ അറിയുക പോലും ഉണ്ടാകുക. എന്തായാലും പല തലത്തിലുള്ള ആലോചനകളാണ് നടക്കുന്നത്. സൈനികമായ അല്ലെങ്കിൽ അതിർത്തി കടന്ന് നേരത്തെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പല കോണുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പല തലത്തിലുള്ള ഒരു പ്രതികരണമാണ് കേന്ദ്രം ആലോചിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. തിരിച്ചടി ഒന്നും കൊടുക്കാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മളെ ഇത്രയ്ക്കും വേദനിപ്പിച്ചിട്ട് തിരിച്ചങ്ങോട്ട് ഒരു പണിയെല്ലാം കൂടുതലില്ല. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവർ പിന്നെ എന്തിനെങ്ങനെ എനിക്ക് നമ്മളിപ്പോൾ അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം. പണി കൊടുത്തതിന് ശേഷം നമുക്കറിയാം 10-27 ആൾക്കാർ മരിച്ചു. അതിൻ്റെ അകത്ത് പലരോടും മതം ചോദിച്ചിട്ടാണ് കൊല്ലുന്നത്. പുരുഷന്മാരെ തന്നെ കൊന്നിരിക്കുന്നത്. കൂടെയുള്ള ബംഗാളിയോട് പറയാൻ മോദിയോട് പോയി പറയാൻ എന്ത് ബ്രൂട്ടലാണ്. ഉദ്ദേശിച്ച കാസ്റ്റ് ചോദിച്ച് ഏത് റിലീജിയനാണെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദു മുസ്ലിംസും ഉണ്ടല്ലോ. പാകിസ്ഥാനേക്കാളും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ മുസ്ലിംസിന്റെ ഇടയിലും ഇന്ത്യൻ ഹിന്ദുക്കൾക്കിടയിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു കലാപ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം ആയുധപരമായിട്ട് നമ്മളെ തോൽപ്പിക്കാൻ ഇന്ത്യ തോൽപ്പിക്കാൻ പറ്റില്ല. ഇനി ഇതൊക്കെയുള്ളവർക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് റിലീജിയൻ ചോദിച്ച് ആളെ കൊല്ലുമ്പം
കണ്ടുകൊണ്ടിരിക്കുന്ന അല്ല ഈ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഹിന്ദുക്കൾക്ക് എന്താ തോന്നുന്ന മുസ്ലിംസിനൊരു ഒരു ഉദ്ദേശം വരും. അങ്ങനെ ഒരു തോന്നല് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പം ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ കൂട്ടുകാരി ഉണ്ടാവും. അതൊരു വലിയ കലാപത്തിലോട്ട് പോകും. അങ്ങനെ ഇന്ത്യയിലെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ഇവിടെ കലാപവും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഗതി എളുപ്പമായി. ആധുനികകാലാണ് ടെററിസത്തിന്റെ വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. മെജററി ന്യൂസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം തമ്മിൽ തല്ലിച്ചാവുക, അതാണ് അവരുടെ അതിൻ്റെ. ഇതൊന്നും റിലീജിയൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവര് റിലീജിയനെ കൂട്ടുപിടിക്കുന്നുള്ളൂ. അതെല്ലാം തീവ്രമായ ചിന്താഗതി നാട്ടിലോട്ട് അടിച്ചേൽപ്പിക്കുക. ഇപ്പൊ പാകിസ്ഥാൻ അവരുടെ കാലത്ത് ജനിച്ചു വരുന്ന കുട്ടികളിൽ തീവ്രമായ മതചിന്താഗതി ഉണ്ടാക്കുകയാണ്. അടുത്ത ജന്മത്തിൽ മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റുമെങ്കിൽ ജാതിയും മതവും ഇല്ലാത്ത ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമില്ല, സ്വസ്ഥത സമാധാനമുണ്ടല്ലോ. ഈ മതം ഇതെന്നൊക്കെ പറയുമ്പം നമുക്ക് എന്നും ഭയമാണ്. എപ്പോഴാണ് കലാപം പൊട്ടിപ്പുറത്ത്? ഇപ്പൊ കലാപം ഉണ്ടാക്കുന്നത് തീവ്രമായ മതചിന്താഗതിയുള്ളവരല്ലേ. ഒരു സിനിമ കാണുമ്പോൾ പോലും ഇഷ്ടപ്പെടുന്ന നടന്ന അവിടെ ആ തീവ്രമായ മതചിന്താഗതിയോട് യോജിക്കുന്ന നടനാണ് ഇഷ്ടപ്പെടുന്നത്. ആ തീവ്രമായ മതചിന്താഗതിയുള്ളവർക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട കാണും, അവർക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി കാണും. പാകിസ്ഥാൻ പോയ കാലത്ത് ഇതിങ്ങനെ വീർപ്പ് കൂട്ടി നിൽക്കുകയാണ്. അവിടെ ഇന്ന് കാശ്മീർ പറയും, നാളെ ഗുജറാത്ത് പറയും, പഞ്ചാബ് പറയും, ഇങ്ങനെ ഇവർ ഡൽഹി എത്തി അവിടെ ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ പറയും. നമ്മുടെ നാട്ടിലും ഈ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് പലരും നമുക്ക് ഭയമാകും. കമന്റ് ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാലേ ഇത് ഇവരുടെ ഉദ്ദേശം എന്താണ്? നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലി ചാകുക എന്നുള്ളതാണ് ഈ പാകിസ്ഥാനിലുള്ള അലവലാദികളുടെ മനസ്സിലെ പുതിയ പ്ലാനതാണ്. അതാണ് അവർ വർക്കൗട്ടാക്കാൻ നോക്കുന്നത്. നമുക്ക് ഇവിടെ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളൊക്കെ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് തല്ലി മാത്രം പ്രശ്നങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. പക്ഷെ പാകിസ്ഥാനിലുള്ളവർ അങ്ങനെയല്ല. അവരുടെ ചിന്താഗതി എല്ലാവരും കൊല്ലുക എന്നുള്ളതാണ്. വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും തിരിച്ചടി കൊടുക്കുന്നത് കാണാതെ നമുക്ക് ആർക്കും ഉറക്കം വരത്തില്ല. എന്നാലും സമാധാനം, നമുക്ക് മനസ്സിന് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ചടിച്ചുകൊണ്ട് മരിച്ചു പോയി തിരിച്ചു വരുമെന്നല്ല, പക്ഷെ നമുക്കൊരു സമാധാനം, നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർ, നമ്മുടെ സഹോദരന്മാർ, അവർക്കുണ്ടായ ഈ അവസ്ഥ നമുക്ക് ഒരേ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.